So in the next part we'll discuss about the mechanism of action. So till now we discussed the introduction, the synthesis and isoenzymes of nitric oxide synthase. So here we'll discuss about the mechanism of action. So as discussed earlier, arginine in the presence of nitric oxide synthase will form nitric oxide and citrulline. This nitric oxide will activate guanyl cyclase, and that causes the breakdown of GTP to cyclic GMP. So as mentioned earlier, nitric oxide will work through which second messenger? Cyclic GMP. So it causes the breakdown of GTP into cyclic GMP by the action of guanyl cyclase, which got activated by the nitric oxide. The cyclic GMP will go and activate the cyclic GMP dependent protein kinase that causes the dephosphorylation of myosin light chain that results in smooth muscle relaxation. And also in the blood vessels it has got the vasodilatory effect. So mechanism of action എന്ന് പറയുമ്പം ആർജിനിൻ നൈട്രിക് ഓക്സൈഡിൻ്റെ പ്രസൻസിൽ നൈട്രിക് ഓക്സൈഡ് ഫോം ചെയ്യുന്നു. അത് ഗുവാനൽ സൈക്ലേസിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് ദാറ്റ് കോസ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് GTP ഇൻറ്റു സൈക്ലിക് GMP. അതാണ് സെക്കൻഡ് മെസ്സഞ്ചർ ത്രൂ വിച്ച് ദിസ് നൈട്രിക് ഓക്സൈഡ് ആക്ട്സ്. ആ സൈക്ലിക് GMP പ്രോട്ടീൻ കൈനേസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. സൈക്ലിക് GMP ഡിപ്പെൻഡൻറ്റ് പ്രോട്ടീൻ കൈനേസിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് ദാറ്റ് കോസസ് ദ dephosphorylation of myosin light chain and that results in smooth muscle relaxation. In blood vessel it causes vasodilation. So ഇതുകൊണ്ടാണ് ഇതിനെ ഫോർമർലി കോൾഡ് ആസ് എൻഡോത്തീലിയം ഡിറൈവ്ഡ് റിലാക്സിങ് ഫാക്ടർ എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞത്. സോ എൻഡോത്തീലിയം ഡിറൈവ്ഡ് റിലാക്സിങ് ഫാക്ടർ, ഇറ്റ് ഹാസ് ഗോട്ട് എ റിലാക്സേഷൻ എഫക്റ്റ് ഓൺ മസിൽസ് ആൻഡ് vasodilatory effect on blood vessels. The first one, we're going to discuss about the physiological actions of nitric oxide on blood vessels. First one എന്ന് പറഞ്ഞാൽ it is a potent vasodilator. അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെ, it is a potent vasodilator. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യും. വാസോഡൈലേറ്റർ ആണല്ലോ, അപ്പം നോർമൽ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. മെയിൻറ്റെയിൻ നോർമൽ ബ്ലഡ് പ്രഷർ. കാരണം ഇറ്റ് ഈസ് ദി നൈട്രിക് ഓക്സൈഡ് ഇസ് ലിബറേറ്റഡ് ബൈ ദി എൻഡോത്തീലിയൽ നൈട്രിക് ഓക്സൈഡ് സിന്തേസ്. സോ അതുകൊണ്ട് തന്നെ ബേസിക്കലി എൻഡോത്തീലിയൽ നൈട്രിക് ഓക്സൈഡ് സിന്തേസിലാണല്ലോ ബ്ലഡ് വെസൽസിലെ മെയിൻ ഫംഗ്ഷൻ ഉള്ളത്. അപ്പം ദാറ്റ് മെയിൻറ്റെയിൻസ് ദ ബ്ലഡ് പ്രഷർ. ആൻഡ് അതുകൊണ്ട് തന്നെ ഈ ഒരു നൈട്രിക് ഓക്സൈഡ് ഡെഫിഷ്യൻ്റ് ആയാൽ എന്ത് സംഭവിക്കും? ബ്ലഡ് പ്രഷറിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. വിച്ച് നൈട്രിക് ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ വാസോഡൈലേറ്ററാണ്. അപ്പം നൈട്രിക് ഓക്സൈഡ് കുറയാന്ന് പറയുമ്പോഴത്തേക്കും അവിടെ വാസോഡൈലേറ്ററി ഇഫക്റ്റ് ആണ് കുറയുന്നത്. സോ ഓഫ് കോഴ്സ് ഇറ്റ് വിൽ കോസ് പ്രഷർ കൂടിയിട്ട് എന്താണ്? ഹൈപ്പർ ടെൻഷൻ. ഇനി നൈട്രിക് ഓക്സൈഡ് എക്സസീവായിട്ട് പ്രൊഡ്യൂസ് ചെയ്താൽ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ഹൈപ്പോടെൻഷൻ, റിഫ്രാക്ടറി ഹൈപ്പോടെൻഷൻ. റിഫ്രാക്ടറി എന്ന് പറഞ്ഞാൽ അതിങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. റിഫ്രാക്ടറി ഹൈപ്പോടെൻഷൻ. സോ ബ്ലഡ് വെസലിലുള്ള അതിൻ്റെ ആക്ഷൻസ് ഏതൊക്കെയാണ്? ഇറ്റ്സ് എ പൊട്ടൻറ്റ് വാസോഡൈലേറ്റർ. വാസോഡൈലേറ്റർ എന്ന് പറയുന്നത് മെയിൻറ്റെയിൻസ് ബ്ലഡ് പ്രഷർ because the nitric oxide is liberated by the endothelial nitric oxide system. ഇനി അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് when nitric oxides decreases it causes hypertension. When nitric oxide increases it causes refractory hypotension. ഇനി സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് ദിസ് നൈട്രിക് ഓക്സൈഡ് ഇസ് ലിബറേറ്റഡ്? ഇറ്റ് ഇസ് ലിബറേറ്റഡ് ബൈ ദി ന്യൂറോണൽ നൈട്രിക് ഓക്സൈഡ് സിന്തേസ്. ഫസ്റ്റ് വൺ നമ്മൾ ഐസോ എൻസൈംസിൽ ഫസ്റ്റ് വൺ പറഞ്ഞതാണ് ന്യൂറോണൽ, സെക്കൻഡ് വൺ മാക്രോഫേജിൽ, തേർഡ് എൻഡോത്തീലിയം. അപ്പം ഇത് ഫസ്റ്റ് വൺ. ആൻഡ് ഇത് സ്റ്റിമുലേറ്റ്സ് സെൻട്രൽ ആൻഡ് പെരിഫറൽ ന്യൂറോൺസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് റിലീസിങ് ഹോർമോൺസിനെയാണ് ദ റിലീസ് ഓഫ് റിലീസിങ് ഹോർമോൺസ്. ഇത് കുറച്ച് എക്സാമ്പിൾസ്. ഫോർ എക്സാമ്പിൾ ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ, അല്ലെങ്കിൽ ലുട്നൈസിങ് ഹോർമോൺ റിലീസിങ് ഹോർമോൺ, കോർട്ടിക്കോട്രോഫിൻ റിലീസിങ് ഹോർമോൺ CRH. ഈ റിലീസിങ് ഹോർമോൺസിൻ്റെ റിലീസാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഓൺ മാക്രോഫേജസ് ആണ്. സോ മാക്രോഫേജസ് എന്ന് പറയുമ്പോഴത്തേക്കും വിച്ച് നൈട്രിക് ഓക്സൈഡ് ഇസ് ലിബറേറ്റഡ് ബൈ ദി ഇൻഡ്യൂസിബിൾ നൈട്രിക് ഓക്സൈഡ് സിന്തേസ്. ആൻഡ് ഈ എൻസൈം എന്താണ് പ്രൊഡ്യൂസ് ചെയ്തത്? നൈട്രിക് ഓക്സൈഡ്, അല്ലെങ്കിൽ ഓൾസോ ഇറ്റ് പ്രൊഡ്യൂസസ് പെറോക്സിനൈട്രേറ്റ്. നൈട്രിക് ഓക്സൈഡ് ആണ് മെയിൻ, പെറോക്സിനൈട്രേറ്റ്. ആൻഡ് ദിസ് ഇസ് മാക്രോഫേജിനോട് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഇറ്റ് ഇസ് സീൻ ഇൻ മാക്രോഫേജസ്, ന്യൂട്രോഫിൽസ്, ആൻഡ് ഇറ്റ് ഇസ് ഇൻവോൾവ് ഇൻ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ്. അതുകൊണ്ട് തന്നെ ബേസിക്കലി നൈട്രിക് ഓക്സൈഡ് എന്താ ചെയ്യുന്നത് വെച്ചാൽ മൈക്രോ ഓർഗാനിസത്തിനെ ഹാം ചെയ്യും. ഇറ്റ്സ് ഹാംഫുൾ ടു, അല്ലെങ്കിൽ ലീതൽ അല്ലെങ്കിൽ ഹാം ടു മൈക്രോ ഓർഗാനിസം. അങ്ങനെയാണ് മാക്രോഫേജിൽ ഇതിൻ്റെ ആക്ഷൻ.
പ്ലേറ്റ്ലെറ്റ്സിൽ ഇതിൻ്റെ ആക്ഷൻ എന്താ വെച്ചാൽ ഇറ്റ് ഇൻഹിബിറ്റ്സ് adhesion of platelets and depresses. Adhesion of platelets എന്ന് പറഞ്ഞാൽ it is one of the functions of platelets ആണ്. So it depresses the platelet function and inhibits the adhesion of platelets. Okay, so in intestinal it decreases the gastrointestinal motility reduce ചെയ്യും, and also it causes the relaxation of sphincters. The relaxation ആണിത് പ്രൊമോട്ട് ചെയ്യുന്നത്. So basically physiological action നമ്മൾ പറഞ്ഞത്, first one on blood vessel, it is a potent vasodilator and maintains a normal BP. Then effects കുറയുമ്പോൾ hypertension, കൂടുമ്പോൾ hypotension, refractory hypotension. Central nervous system, it basically ഏതാണ് it is released by the action of which isoenzyme, neuronal nitric oxide synthase. So releasing hormone ഇതാണ് സ്റ്റിമുലേറ്റ് ആവുന്നത്. GHRH, LHRH, CRH അങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസ്. മാക്രോഫേജസിൽ പെറോക്സിനൈട്രേറ്റ് നൈട്രേറ്റ് ആണ് ഇൻഡ്യൂസിബിൾ നൈട്രിക് ഓക്സൈഡ് സിന്തേസ് ചെയ്യുന്നത്. ദറ്റ് ഇസ് ലീതൽ ഓർ ഹാംഫുൾ ടു ദ മൈക്രോ ഓർഗാനിസം. കാരണം ഇൻഫ്ലമേറ്ററി സമയത്താണല്ലോ ഇത് റിലീസാണ്. പ്ലേറ്റ്ലെറ്റ്സിൽ ഇറ്റ് വിൽ കോസ് ദ ഇൻഹിബിറ്റ്സ് ദി adhesion of platelets and also depresses the platelet function. ഇൻഡസ്റ്റൈനിൽ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ മോട്ടിലിറ്റി കുറയ്ക്കുകയും സ്പിഞ്ചേഴ്സിൻ്റെ ആക്ഷൻ റിലാക്സേഷൻ കൂട്ടുകയും ചെയ്യും. ഇനി നമുക്ക് നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് സെവറൽ ഡിസീസസ്. അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആൻജിന പെക്ടോറിസ് ആണ്. നമുക്കറിയാം ആൻജിന പെക്ടോറിസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് എന്താണ് ബ്ലഡ് ഫ്ലോ ടു ദ ഹാർട്ടാണ് അഫക്റ്റഡ് ആവുന്നത്. ബ്ലഡ് ഫ്ലോ ടു ദ ഹാർട്ട് ഇസ് അഫക്റ്റഡ്. അപ്പോൾ നമുക്ക് അഫ്കോഴ്സ് ഇതൊരു വാസോ ഡൈലേറ്ററാണ്. അപ്പം ബേസിക്കലി നൈട്രിക് ഓക്സൈഡ് റിലീസ് ഉണ്ടാവണമല്ലോ. ഈ നൈട്രിക് ഓക്സൈഡ് റിലീസിന് വേണ്ടി സഹായിക്കുന്ന നൈട്രിക് ഓക്സൈഡിൻ്റെ ഡോണേഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് നൈട്രോപ്രിസൈഡ് ആൻഡ് നൈട്രോഗ്ലിസറിൻ. നൈട്രോഗ്ലിസറിൻ ഡയറക്റ്റായിട്ട് നൈട്രിക് ഓക്സൈഡിനെ റിലീസ് ചെയ്യുമ്പോൾ നൈട്രോഗ്ലിസറിന് ഗ്ലൂട്ടാത്തയോണിൻ്റെ പ്രസൻസിൽ അല്ലെങ്കിൽ ഗ്ലൂട്ടാത്തയോണിൻ്റെ ഹെൽപ്പോടെയാണ് നൈട്രിക് ഓക്സൈഡ് റിലീസ് ചെയ്യുന്നത്. സോ ബേസിക്കലി ഇതിൻ്റെ ഡോണേഴ്സാണ് നൈട്രിക് ഓക്സൈഡ്, ഡോണേഴ്സാണ് നൈട്രോപ്രിസൈഡും നൈട്രോഗ്ലിസറിൻ. സോ ദിസ് വിൽ റിലീസ് നൈട്രിക് ഓക്സൈഡ് ആൻഡ് ദിസ് വിൽ dilate the coronary arteries and that is helpful in treating the angina pectoris. Second one എന്ന് പറയുന്നത് in the treatment of pulmonary hypertension. Pulmonary hypertension. അപ്പം പൾമണറി ഹൈപ്പർടെൻഷൻ അല്ലെങ്കിൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് എഡീമ, ഈ രണ്ട് ഡിസീസിൻ്റെ സമയത്ത് ഡിസീസസിൽ നമുക്ക് the inhalation of nitric oxide is very useful in the treatment of pulmonary hypertension and high altitude edema. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ബേസിക്കലി ഹൈപ്പർ ടെൻഷൻ നമ്മൾ പറഞ്ഞു, ഇറ്റ് ഇസ് ഡെഫിഷ്യൻസി ഓഫ് നൈട്രിക് ഓക്സൈഡ് ആണല്ലോ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കുന്നത്. അപ്പം ബേസിക്കലി ആ ഹൈപ്പർ ടെൻഷൻ സമയത്ത് നമ്മൾ നൈട്രിക് ഓക്സൈഡ് ഇൻഹേൽ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും ആ ഡിസീസിന് ക്യൂർ ചെയ്യുന്ന പോലെയാണല്ലോ. സോ ബേസിക്കലി എന്താണ് അതിൻ്റെ മെക്കാനിസം? ഹൈപ്പർ ടെൻഷൻ്റെ ഇതിൽ നമ്മൾ ഇൻഹേൽ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ കോസ് വാസോഡൈലേഷൻ. ആൻഡ് ഇവിടെ നമ്മൾ എടുത്തു പറയുന്നുണ്ട് ഇറ്റ് ഇസ് പൾമണറി ഹൈപ്പർ ടെൻഷൻ. അപ്പം ദിസ് കോസസ് ദ പൾമണറി വാസോഡൈലേഷനാണ്. പൾമണറി വാസോഡൈലേഷൻ വിത്തൗട്ട് അഫക്റ്റിംഗ് അല്ലെങ്കിൽ വിത്തൗട്ട് ലോവറിങ് ദ സിസ്റ്റമിക് ബ്ലഡ് പ്രഷർ. എന്ന് പറഞ്ഞാൽ ലങ്സിലോട്ടുള്ള ബ്ലഡ് വെസൽസിൻ്റെ ഹൈപ്പർ ടെൻഷനാണ് നമ്മളിവിടെ പറയുന്നത്, നോട്ട് ദി ഹോൾ ബോഡി. അതാണ് സിസ്റ്റമിക് ബ്ലഡ് പ്രഷറിനെ അഫക്റ്റ് ചെയ്യാതെ ഓർ വിത്തൗട്ട് ലോവറിങ് ദ സിസ്റ്റമിക് ബ്ലഡ് പ്രഷർ വി ആർ ഓൺലി അഫക്റ്റിംഗ് അല്ലെങ്കിൽ വി ആർ കോസിങ് ദ വാസോഡൈലേഷൻ ഓഫ് ദ പൾമണറി വാസോഡൈലേഷൻ because we are treating pulmonary hypertension. The next one is നൈട്രിക് ഓക്സൈഡിന് ഇനിയുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ നൈട്രിക് ഓക്സൈഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇമ്പോർട്ടൻസ് ട്രീറ്റ്മെൻ്റ് ആണ് മൂന്നാമത്. സോ നൈട്രിക് ഓക്സൈഡ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് കോസസ് ദ റിലാക്സേഷൻ ഓഫ് സ്മൂത്ത് മസിൽസ് ഇൻ കോർപ്പസ് കാർബനോസം. റിലാക്സേഷൻ ഓഫ് സ്മൂത്ത് മസിൽസ് in corpus cavernosum
ആൻഡ് അപ്പം റിലാക്സേഷൻ ഓഫ് സ്മൂത്ത് മസിൽസ് ആണ്. അപ്പം നമ്മൾ പറഞ്ഞു റിലാക്സേഷൻ, വാസോഡൈലേഷൻ. അപ്പം ഇറ്റ് വിൽ കോസ് ആൻ ഇൻക്രീസ് ഇൻ ബ്ലഡ് ഫ്ലോ ടു ദ പെനിസ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ മേക്ക് ഇറ്റ് ഇറക്റ്റൈൽ. ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഈ ഇറക്റ്റിലിറ്റി ലോസ്റ്റ് ആവുന്ന ഇതാണ്. സോ ബേസിക്കലി റിലാക്സേഷൻ ഓഫ് സ്മൂത്ത് മസിൽസ് ഓഫ് റിലാക്സേഷൻ, അപ്പം ഇൻക്രീസ് ഇൻ ബ്ലഡ് ഫ്ലോ, അപ്പോൾ ഇത് ഇറക്റ്റൈൽ ആവുന്നു. ഓക്കെ. ആൻഡ് ഈ ഒരു ഇമ്പോർട്ടൻസിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ദ ഡ്രഗ്സ് വിച്ച് റെഡ്യൂസ് ബ്രേക്ക് ഡൗൺ ഓഫ് സൈക്ലിക് GMP ആണ്. കാരണം സൈക്ലിക് GMP കുറഞ്ഞാൽ നമുക്ക് ഈ ഒരു ആക്ഷൻ ഉണ്ടാവുമോ? റിലാക്സേഷനും ഇൻക്രീസ് ഇൻ ബ്ലഡ് ഫ്ലോ ഇല്ല. നമ്മൾ മെക്കാനിസം ഓഫ് ആക്ഷനിൽ പറഞ്ഞായിരുന്നു സൈക്ലിക് ഗുവാനൽ സൈക്കിളേസ് ആക്ടിവേറ്റ് ആയിട്ട് GTP ബ്രേക്ക് ഡൗൺ ടു ഫോം സൈക്ലിക് GMP. ആ സൈക്ലിക് GMPക്കാണ് കൈനേസിനെ ആക്ടിവേറ്റ് ആക്കിയിട്ട് റിലാക്സേഷനും ഇതുള്ളൂ. അപ്പോൾ നമുക്ക് സൈക്ലിക് GMPയുടെ ബ്രേക്ക് ഡൗൺ പ്രിവെൻറ്റ് ചെയ്യുന്ന ഡ്രഗ്സാണ് നമ്മൾ ഈ ഒരു ഇമ്പോർട്ടൻസ് ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഷോക്കിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ്. ഷോക്ക്, പിന്നെ ആൻഡ് ഓൾസോ സെപ്സിസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈഡ് സ്പ്രെഡ് ഇൻഫ്ലമേഷനെയാണ്. വൈഡ് സ്പ്രെഡ് ഇൻഫ്ലമേഷൻ്റെ തന്നെയാണ് നമ്മൾ സെപ്സിസ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി വൈഡ് സ്പ്രെഡ് ഇൻഫ്ലമേഷൻ. ഇപ്പോൾ ഇൻഫ്ലമേഷൻ എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ ഏത് ഐസോ എൻസൈമിനെ ഓർക്കേണ്ടത്? മാക്രോഫേജ് നൈട്രിക് ഓക്സൈഡ് സിന്തേസ് ആണല്ലോ. അപ്പം ദിസ് ഇൻഡ്യൂസിബിൾ നൈട്രിക് ഓക്സൈഡ് സിന്തേസ് മാക്രോഫേജിൽ നിന്നും ഇതായിട്ട് ഇറ്റ് വിൽ കോസ് വാസോഡൈലേഷൻ, ഈസ് റെസ്പോൺസിബിൾ ഫോർ സിവിയർ വാസോഡൈലേഷൻ ആൻഡ് ഷോക്ക്. ഓക്കെ. സോ ഇൻഡക്ഷൻ, ഈ ഒരു സെപ്സിസിൻ്റെ സമയത്ത്, വൈഡ് സ്പ്രെഡ് ഇൻഫ്ലമേഷൻ്റെ സമയത്ത് മാക്രോഫേജിൽ ഇത് ആക്ടിവേറ്റ് ആയിട്ട് INOS, ദാറ്റ് വിൽ കോസ് എ റിലീസ് ഓഫ് നൈട്രിക് ഓക്സൈഡ്. ഓക്കെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനുള്ളത്. ഇപ്പം സമ്മറി പറയുകയാണെങ്കിൽ ഫ്രം സ്റ്റാർട്ട് ഇപ്പം ഇതാണ് നൈട്രിക് ഓക്സൈഡ്. അപ്പം ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. അൺചാർജ്ഡ് മോളിക്യൂളാണ്, അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്, ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫ്രീ റാഡിക്കലാണ്, ലിപ്പിഡ് സോളബിൾ, പാസസ് ത്രൂ ദ ഡിഫ്യൂസിബിൾ ത്രൂ ദ ബയോളജിക്കൽ മെംബ്രെയിൻ, ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് എ സിഗ്നൽ മോളിക്യൂൾ ആൻഡ് ഹാവ് എ വെരി ഷോർട്ട് ഹാഫ് ലൈഫ്. നേരത്തെ ഇതിനെ ഫോർമലി കോൾഡ് ആസ് എൻഡോത്തീലിയം ഡിറൈവ്ഡ് റിലാക്സിംഗ് ഫാക്ടർ. കാരണം എൻഡോത്തീലിയം നമ്മളോട് ഓൾറെഡി പറഞ്ഞു, എൻഡോത്തീലിയത്തിൽ നിന്നും ഡിറൈവ് ചെയ്യുന്നതാണ് മൂന്നാമത്തെ ഐസോഎൻസൈം, ആൻഡ് ദാറ്റ് കോസ് എ റിലാക്സേഷൻ എഫക്ട്. ആൻഡ് ഇറ്റ് ആക്ട്സ് ത്രൂ വിച്ച് second messenger cyclic GMP. Then it is synthesized from arginine in the presence of nitric oxide synthase. 5 cofactors വേണം: FMN, FAD, heme, NADPH and tetrahydrobiopterin. Then 3 isoenzymes ഉണ്ട്: neuronal, macrophage, endothelial. Neuronal seen in central and peripheral neurons. It is a cytoplasmic enzyme activated by calcium. മാക്രോഫേജ് എന്ന് പറയുമ്പോൾ മാക്രോഫേജിൽ കാണും, ന്യൂട്രോഫിലിൽ കാണും, ഹെപ്പാറ്റോസൈറ്റ്സിൽ കാണും. ആൻഡ് ഇറ്റ് ഇസ് ആക്ടിവേറ്റഡ് ഡ്യൂറിങ് ഇൻഫ്ലമേഷൻ ഇൻഡ്യൂസ്ഡ് ബൈ സൈറ്റോകൈൻസിന് എക്സാമ്പിൾ ഇന്റർലൂക്കിൻ 1 ആൻഡ് ട്യൂമർ നെക്രോസിസ് ഫാക്ടർ. ഇറ്റ് ഇസ് ഓൾസോ എ സൈറ്റോപ്ലാസ്മിക് എൻസൈം ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ആക്ടിവേറ്റഡ് ബൈ കാൽഷ്യം. മൂന്നാമത് എൻഡോത്തീലിയം, പ്ലേറ്റ്ലെറ്റ്സ്, എൻഡോകാർഡിയം, മയോകാർഡിയം. അപ്പോൾ ഒരു ഏട്രിയൽ റിലാക്സേഷനാണ് എഫക്റ്റ്. പ്ലാസ്മ മെംബ്രെയിനിലാണ് കാണുന്നത്, ആൾസോ ആക്ടിവേറ്റഡ് ബൈ കാൽഷ്യം. മെക്കാനിസം ഓഫ് ആക്ഷൻ: ആർജിനിൻ സിന്തസിസ്, നൈട്രിക് ഓക്സൈഡ് ഉണ്ടാകുന്നു, അത് ഗുവാനൽ സൈക്കിളേസിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് സൈക്ലിക് GMP ഫോം ചെയ്യുന്നു. ആ GMP നമ്മളുടെ കൈനേസസിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് കോസസ് ദ ഡീഫോസ്ഫോറൈലേഷൻ ഓഫ് മയോസിൻ ലൈറ്റ് ചെയിൻ ആൻഡ് കോസസ് റിലാക്സേഷൻ ഓഫ് സ്മൂത്ത് മസിൽ. ബ്ലഡ് വെസൽ ആണെങ്കിൽ വാസോഡൈലേഷൻ. ഫിസിയോളജിക്കൽ എഫക്റ്റ്: ഫസ്റ്റ് വൺ ഓൺ ബ്ലഡ് വെസൽസ് ആണ്. ബ്ലഡ് വെസൽസ് അതൊരു പൊട്ടൻറ്റ് വാസോഡൈലേറ്റർ ആണ്. വാസോഡൈലേറ്റർ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇതിൻ്റെ കോൺസെൻട്രേഷൻ കുറയുമ്പോൾ ഹൈപ്പർ ടെൻഷനും, കൂടുമ്പോൾ റിഫ്രാക്ടറി ഹൈപ്പോടെൻഷനും. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ അത് റിലീസിങ് ഹോർമോൺസ് ആണ്. ദാറ്റ് ഇസ് GHRH, LHRH, CRH. ഇങ്ങനെ മാക്രോഫേജസിൽ it is liberated, nitric oxide gets liberated from the inducible nitric oxide synthase and causes the release of nitric oxide and peroxynitrate, and it is harmful to the microorganisms. Platelet adhesion suppress ചെയ്യുന്ന function depress ചെയ്യുന്നു. Intestinal reduces the gastrointestinal motility and relaxation of sphincters. ട്രീറ്റ്മെൻറ്റ്: ആൻജിന പെക്ടോറിസ്, ബ്ലഡ് ഫ്ലോ ആണ് അഫക്റ്റ് ആവുന്നത്. അപ്പം നൈട്രിക് ഓക്സൈഡ് ഡോണേഴ്സായ നൈട്രോപ്രിസൈഡും നൈട്രോഗ്ലിസറിനും ഗ്ലൂട്ടാത്തയോണിൻ്റെ ഹെൽപ്പോടെ നൈട്രിക് ഓക്സൈഡ് റിലീസ് ചെയ്യുന്നു, വാസോഡൈലേഷൻ കോസ് ചെയ്യുന്നു, ഡൈലേഷൻ ഓഫ് ദ കൊറോണറി ആർട്ടറി. പൾമണറി ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് എഡിമയുടെ സമയത്ത് നമ്മൾ ഇൻഹലേഷൻ ഓഫ് നൈട്രിക് ഓക്സൈഡ് ഹെൽപ്ഫുൾ ആണ്, ബിക്കോസ് ഇറ്റ് കോസസ് എ വാസോഡൈലേഷൻ, പൾമണറി വാസോഡൈലേഷൻ വിത്തൗട്ട് എഫക്റ്റിംഗ് ദ സിസ്റ്റമിക് ബ്ലഡ് പ്രഷർ. ഇമ്പോർട്ടൻസിൻ്റെ സമയത്ത് വാട്ട് ഇസ് ദ ട്രീറ്റ്മെൻറ്റ്? എങ്ങനെയാണ്? റിലാക്സേഷൻ ഓഫ് ദ സ്മൂത്ത് മസിൽസ്. നൈട്രിക് ഓക്സൈഡ് വിൽ കോസസ് ദ റിലാക്സേഷൻ ഓഫ് സ്മൂത്ത് മസിൽസ് ഇൻ കോർപ്പസ് കാർവോസം, ദാറ്റ് കോസസ് ഇൻക്രീസ് ഇൻ ബ്ലഡ് ഫ്ലോ ടു ദ പെനിസ് ആൻഡ് ഇറ്റ് വിൽ മേക്ക് ഇറ്റ് ഇറക്റ്റൈൽ.
ഇറക്റ്റിലിറ്റി ലോസ്റ്റ് ആവുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. സോ ആൻഡ് ഇത് ട്രീറ്റ്മെൻറ്റ് നമ്മൾ വേറെ ഉപയോഗിക്കുന്നത് സൈക്ലിക് GMP ബ്രേക്ക് ഡൗൺ കുറയ്ക്കുന്ന ഡ്രഗ്സിനെയാണ്. ബിക്കോസ് സൈക്ലിക് GMPയുടെ എഫക്റ്റ് ആണല്ലോ റിലാക്സേഷൻ, മീൻസ് ബൈ ദി ആക്ഷൻ ഓഫ് നൈട്രിക് ഓക്സൈഡ്. ഇനി ഷോക്കിൻ്റെ സമയത്ത് അല്ലെങ്കിൽ സെപ്സിസിൻ്റെ സമയത്ത് ദാറ്റ് മീൻസ് വൈഡ് സ്പ്രെഡ് ഇൻഫ്ലമേഷൻ, ആ സമയത്ത് മാക്രോഫേജിൽ ഇതാണ് ആക്ടിവേറ്റ് ആവുന്നത്, കോസസ് വാസോഡൈലേഷൻ. സോ ഇതാണ് നൈട്രിക് ഓക്സൈഡിൻ്റെ ഫുൾ മാമിൻ്റെ സ്ലൈഡ് ഫുൾ 19 സ്ലൈഡും ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. I hope it was useful. Thank you.